ലോകപ്രശസ്ത കത്തോലിക്ക സുവിശേഷകനും ടെലിവിഷൻ പ്രസംഗകനുമായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് പിന്നിലെ അവിശ്വസനീയമായ അത്ഭുതകഥ ലോകശ്രദ്ധ നേടുന്നു. വൈദ്യശാസ്ത്രത്തിനെ ഒരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത വിധം മരിച്ചെന്ന വിധിയെഴുതിയ നവജാത ശിശുവിനെ ജീവൻ തിരികെ ലഭിച്ചതാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്താൻ വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ച അത്ഭുതം. 2010 സെപ്റ്റംബറിലാണ് ജെയിംസ് ഫുൾട്ടൻ യങ്സ്ട്രോങ് എന്ന കുഞ്ഞ് ജനിക്കുന്നത്. എന്നാൽ ജനിച്ച ഉടനെ കുഞ്ഞിന് ശ്വാസമോ ഹൃദയമിടിപ്പോ ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് 1 മണിക്കൂറോളം കുഞ്ഞിനെ രക്ഷിക്കാൻ തീവ്രശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കുഞ്ഞിന്റെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പില്ലെന്ന് കണ്ട ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കാൻ ഒരുങ്ങി. കുഞ്ഞ് മരിച്ചെന്ന് എല്ലാവരും കരുതിയപ്പോൾ അവന്റെ മാതാപിതാക്കൾ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീന്റെ മധ്യസ്ഥത തേടി തീവ്രമായി പ്രാർത്ഥിക്കുകയായിരുന്നു. കുഞ്ഞിനെ ഫുൾട്ടൻ ഷീന്റെ പേര് നൽകുമെന്ന് അവർ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഡോക്ടർമാർ പരാജയം സമ്മതിക്കാൻ തുടങ്ങിയ നിമിഷം 61-ാം മിനിറ്റിൽ അത്ഭുതകരമായി കുഞ്ഞിന്റെ ഹൃദയം വീണ്ടും സ്പന്ദിക്കാൻ തുടങ്ങി. ഇത്രയധികം സമയം ഓക്സിജൻ ലഭിക്കാതെ ഇരുന്നതിനാൽ കുഞ്ഞ് ജീവിച്ചാൽ തന്നെ അവന് ഗുരുതരമായ മസ്തിഷ്ക ആഘാതമോ ശാരീരിക വൈകല്യങ്ങളോ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ സകല നിഗമനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ജെയിംസ് ഫുൾട്ടൻ പൂർണ്ണ ആരോഗ്യവാനായി വളർന്നു. ഇന്ന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ ആ മിടുക്കൻ ജീവിക്കുന്നു. ഈ സംഭവം വൈദ്യശാസ്ത്രത്തിനെ വിശദീകരിക്കാനാവാത്ത മഹാത്ഭുതമാണെന്ന് വത്തിക്കാനിലെ മെഡിക്കൽ സംഘം ഐക്യകണ്ഠേന അംഗീകരിച്ചു. ഇതിന് പിന്നാലെയാണ് ഫുൾട്ടൻ ജെ ഷീന്റെ തുടർന്നുള്ള നാമകരണ നടപടികൾക്ക് ഫ്രാൻസിസ് പാപ്പ അനുമതി നൽകിയത്. 2026 ഫെബ്രുവരി 9 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിന് വത്തിക്കാൻ അംഗീകാരം നൽകി. 1950കളിൽ അമേരിക്കൻ ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ക്രിസ്തീയ സന്ദേശം എത്തിച്ച വ്യക്തിയായിരുന്നു ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ. 1979 അന്തരിച്ച അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയിലെ ഏറ്റവും സുപ്രധാനമായ നാഴികക്കല്ലാണ് ഈ പ്രഖ്യാപനം.